ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരേ സമയം 5-6 ഗ്ലാസുകൾ താഴെ വീണുടഞ്ഞു. ഒപ്പം അവളുടെ വീട്ടിൽ ആ ശബ്ദം മുഴങ്ങി. നിച്ചു, ശബ്ദം താഴ്ത്തി സംസാരിക്കേ, അപ്പുറത്തും ഇപ്പുറത്തും വീടുകളുള്ളതാ എന്ന വിചാരം വേണം നിനക്ക്. അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞു. നിധിയുടെ ദേഷ്യം ഉയർന്നു. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഓ, പെൺകുട്ടികളുടെ ശബ്ദം വീടിന് പുറത്ത് കേൾക്കാൻ പാടില്ലല്ലോ. നോക്കിക്കോ, ഈ കല്യാണം നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഇച്ഛായ വന്ന് ഈ നിധിക കൂടെ പോവും, അവൾ വാശിയിൽ പറഞ്ഞു. അവൻ വരില്ല. അച്ഛൻ അത് പറഞ്ഞതും അവൾ ഒരു നിമിഷം നിശ്ചലയായി. ശേഷം ഒന്നും മിണ്ടാതെ തൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. ഡി ചേച്ചി, കണ്ണാടിക്ക് മുമ്പിൽ സർവാപരി വിഭൂഷിയായിരിക്കുന്ന നിധിയുടെ തോളിൽ കൈവച്ച് നിക്കി വിളിച്ചു. വേണ്ട, ഒന്നും പറയണ്ട, എല്ലാവരും സന്തോഷിക്കട്ടെ. ആ സന്തോഷം പക്ഷെ ഇന്നും മാത്രമേ കാണൂ. നിനക്ക് അച്ഛനോടും അമ്മയോടും ദേഷ്യമാണോട് ചേച്ചി? എനിക്ക് ആരോടും ദേഷ്യമുണ്ട്, പക്ഷെ അതിനേക്കാൾ പക ആ ഹരനോടാണ്. അയാൾ എന്നെ പറഞ്ഞു പറ്റിച്ചല്ലേ. കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സമ്മതാന്ന് പറഞ്ഞില്ലേ, അയാൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെയൊന്നും പറയല്ലേ നിധി, ആ ചേട്ടൻ പാവാന്ന് തോന്നണു. ഞാനും അങ്ങനെ കഴുതിയേ. അയാൾ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാ അതറിയാൻ ഞാൻ നിന്നെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചേ. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? ഈ കല്യാണം നടക്കുന്നൊരു ഭീഷണി. ഈ നിധികാരാന്ന് അയാൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അയാളുടെ കുടുംബം കലക്കിയിരിക്കും ഞാൻ. എന്നെ കല്യാണം കഴിക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ സ്വയം പഴിക്കണം. നോക്കിക്കോ, കൂടിപ്പോയ 2 ആഴ്ച, അതിനുള്ളിൽ അയാൾ തന്നെ എന്നെ സഹിക്കാൻ വയ്യാതെ ഡിവോഴ്സ് ചെയ്യാൻ പറയും. നോക്കിക്കോ. എൻ്റെ ദൈവമേ, ഇതിൻ്റെ പിന്നിൽ ഞാനാന്നറിഞ്ഞ ഈ പൂതന എന്നെ തല്ലിക്കൊല്ലല്ലോ. എന്നെ കാത്തോണേ എൻ്റെ ദൈവമേ. മാധു ആത്മഹതിച്ചു. എന്താണ് പൊട്ട നീ ആലോചിക്കണേ? അപ്പം നീ വീണ്ടും വീട്ടിലേക്ക് തിരികെ വരുവോടി? ഈ ബാധ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവില്ലേ? ഇല്ല മോനെ, ഞാൻ പോയ എൻ്റെ റൂം കൈക്കലാക്കാനുള്ള മോഹല്ലേ നിന്റെ, അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. ചേച്ചി ഉടനെ തിരിച്ചു വരും. നീ എന്ത് സാധനമാണ് ചേച്ചി? പാവാ ചേട്ടൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് സഹതാപം തോന്നാ. നിനക്ക് എന്താടാ പെണ്ണുങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ കാര്യം? റൂമിലേക്ക് കയറുമെന്ന് അമ്മ നികിയെ കണ്ടു ചോദിച്ചു. അതിനിവിടെ ഈ റൂമിലേതാ പെണ്ണ്? നിധി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡാ നിന്നെ! നിധി ടേബിളിലെ പൗഡർ ടിന്നെടുത്ത് അവനെ എറിഞ്ഞു. നിധി പുറത്തേക്ക് ഓടി. മോളെ, നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അവിടെയുള്ളവരെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ കാണണം. പഴയതെല്ലാം മറക്കണം. നിന്റെ ദേഷ്യവും വാശിയും എല്ലാം അവിടെ ചെന്ന് കാണിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. പഴയതെല്ലാം മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഇച്ഛായൻ വന്ന് വിളിച്ച ഞാൻ കൂടെ പോവും. നിധി അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ വാച്ച് കൂടെ കെട്ടിയ പെർഫെക്റ്റ്. മാധു ഹരന് നേരെ വാച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആകെ സമനില തെറ്റിയിരിക്കുകയാണ് മാധു. എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഏട്ടൻ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. കൂടിപ്പോയാ ഒന്ന് നോക്കി പേടിപ്പിക്കും, പിന്നെ 2 ഉപദേശം തരും. അല്ലാതെ ഏട്ടൻ്റെ മുഖത്ത് ദേഷ്യം എന്ന വികാരം കണ്ടിട്ട് കാലങ്ങളായേ. അത് പുച്ഛത്തോടെ പറഞ്ഞ ബെഡിലേക്ക് ഇരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പെണ്ണിന് പറ്റിയെന്ന്. അന്ന് അവളെ കാണാൻ പോയ സമയത്ത് അവൾക്കും ഇതിൽ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞേ? ചിലപ്പോൾ അന്ന് ആ ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഇപ്പം ഇഷ്ടമായി കാണും. പിന്നെന്തിനാ അവളുടെ അനിയനെ എൻ്റെ ഓഫീസിലേക്ക് വിട്ട് കല്യാണം നടക്കുന്നു ഭീഷണിപ്പെടുത്തിയേ? ഹരൻ സംശയത്തോട് ചോദിച്ചു. ഏട്ടനോടുള്ള പ്രണയം മൂത്തേട്ടനെ നഷ്ടപ്പെടാതിരിക്കായിരിക്കും, മാധു കാര്യമായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് എണീറ്റ് പോയില്ലെങ്കിൽ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും കേട്ടാ. എന്നെ കൊല്ലല്ലേ, എൻ്റെ ഭാവി ഭാര്യയും മക്കളും അനാഥരാകും. അത് പറഞ്ഞു മാധു പുറത്തേക്ക് ഓടി. എന്നാൽ ഈ രാമൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആ പെണ്ണിനെ ഇത്രയും ദൂരത്തേക്ക് കെട്ടിച്ചുവിടാൻ. ഒറ്റപ്പാലത്ത് നിന്നും തൃശ്ശൂർക്ക് എത്ര ദൂരാന്ന് വെച്ചിട്ടാ? ഞാൻ അന്നേ പറഞ്ഞ എൻ്റെ മോൻ അരുണിന് വേണ്ടി ആലോചിക്കാന്ന്. ഒന്നില്ലെങ്കിൽ നിച്ചുവിൻ്റെ മുറച്ചേർക്കാനല്ലേ? നിധികയുടെ അപ്പച്ചി അടുത്തിരുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു.
അത് ശരിയാ, വീടിൻ്റെ അടുത്താണ്, വിളിച്ചാൽ ഓടിച്ചെല്ലാനുള്ള ദൂരേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അച്ഛൻ വീട്ടുകാരെ വേണ്ടല്ലോ, അമ്മ വീട്ടുകാരെ മതി. ആ ചെറുക്കൻ്റെ വീട്ടുകാർ രാധികയുടെ നിധികയുടെ അമ്മ കുടുംബക്കാരാണത്രേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അരുണനെ പോലെ ഒരു നല്ല മോനെ കിട്ടാൻ നിച്ചുവിന് ഭാഗമില്ല, അത്ര തന്നെ. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെട്ട്. ഹരൻ വലിയ താല്പര്യം ഇല്ലെങ്കിൽ അത് പുറത്ത് കാണിച്ചില്ല. എന്നാൽ നിധി നേരെ തിരിച്ചാണ്, മുഖത്തെ ദേഷ്യം എടുത്ത് കാണിക്കുന്നുണ്ട്. പൂജയ്ക്ക് ശേഷം പൂജാരി നീട്ടിയ താലി ഹരൻ വാങ്ങി. അവൻ ഒരു നിമിഷം ആ താലിയിലേക്ക് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപേക്ഷയോ ദയനീയതയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാവമായിരുന്നു ആ മാതാപിതാക്കളുടെ മുഖത്ത്. കുറച്ചു കാലമായി താൻ അച്ഛനോടും അമ്മയോടും ഇഷ്ടത്തിന് ചലിക്കുന്ന പാവിയായിരുന്നില്ലേ. അവർ പറയുന്നതിനെതിരായി ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ. ഹരൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. നെറുകയിൽ കുങ്കുമം തൊട്ടു. നിധി ഇരു കണ്ണുകളും കൂപ്പി കണ്ണടച്ചിരുന്നു. എനിക്കറിയാം ചായ, നീ എവിടെയോ കൊണ്ടേണ്ടെന്ന്. നിന്റെ സാമീപ്യം എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. എനിക്കൊരവസരം കൂടെ തരായിരുന്നില്ലേ? ഞാൻ കൂടെ വരുമായിരുന്നില്ലേ? എന്തിനങ്ങനെ സ്വയം നീറിയില്ലാതാവണേ? തൻ്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് ആലോചിച്ച് അവളുടെ മനസ്സ് പിടഞ്ഞു. ഹരൻ്റെ അവസ്ഥയും ഏറെക്കുറെ അതുതന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരു കാര്യമാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്നത്. അത് ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുവളെ തൻ്റെ പാതിയാക്കി. പക്ഷെ അത് അച്ഛനോടും അമ്മയോടും ഉള്ള സ്നേഹം കൊണ്ടും അതിനേക്കാൾ ഉപരി അവരോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് കൊണ്ടും മാത്രമാണ്. താലി കെട്ട് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു. നിധി തൻ്റെ ഫ്രണ്ട്സിനെ ആരെയും കല്യാണത്തിന് വിളിച്ചിട്ടില്ല. ആ വിടവ് നികത്താൻ തന്നെ പോലെ നിധി അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിരുന്നു. ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് നിച്ചു ഹരനും. ഹരൻ്റെ ഒരു കൈ അവളുടെ തോളിലും മറു കൈ ഇടുപ്പിലും വെച്ചിട്ടുണ്ട്. നിധികയുടെ ഒരു കൈ ഹരൻ്റെ വലത്തെ ഇടുപ്പിലും മറ്റേ കൈ അവൻ്റെ നെഞ്ചിലും വെച്ചിട്ടുണ്ട്. ഹരൻ്റെ ഉയർന്ന ഹൃദയമിടിപ്പ് മനസ്സിലാക്കിയ നിധിക്ക് ആ ദേഷ്യത്തിനിടയിലും ചിരി വന്നു പോയി. ആ പോസിൽ തന്നെ നിന്ന് രണ്ടുപേരും ഒന്ന് കണ്ണിൽ കണ്ണി നോക്കിയേ, ഫോട്ടോഗ്രാഫർ പറഞ്ഞത്. അവർ മുഖത്തോട് മുഖം നോക്കി. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ള മുഖം, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ, നിധിക പറഞ്ഞു. അത് പറഞ്ഞു ശരിയാ, ഇവളുടെ ബ്രൗൺ ഐസാണ്. യക്ഷി. എന്ത് കുന്തം? മനുഷ്യന് ദൈവത്തെ വിളിക്കാനും പാടില്ലേ? അവളുടെ മേലുള്ള കൈ എടുത്ത് മാറ്റി അവൻ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ട് ഓഡിറ്റോറിയത്തിലെ അവസാന റോയിലിരിക്കുന്ന ഒരാൾ നിറഞ്ഞ മിഴികൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങി. നിനക്ക് നല്ലത് മാത്രമേ വരൂ നിച്ചു. അടുത്ത ജന്മത്തിലെങ്കിലും ഈ ജാതിയും മതവും ഇല്ലാത്ത മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന ഈ ലോകത്തിൽ നമുക്ക് ഒരുമിക്കാം. അലക്സ് തൻ്റെ പ്രാണനെ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി ഹൃദയം തകരുന്ന വേദയിൽ കാറിൽ കയറിപ്പോയി. സദ്യയെല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഇറങ്ങാറായി. എടി ചേച്ചി, നിനക്ക് സങ്കടമൊന്നുമില്ലേടി? ഇറങ്ങാൻ നേരം നീക്കി ചോദിച്ചു. എന്തിന്? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സമാധാനമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഞാൻ ഉടനെ തന്നെ തിരികെ വരും മോനുസേ. അവൻ്റെ കവിളിൽ തട്ടി നിരികയും അച്ഛനെ അമ്മയെ നോക്കി. അമ്മ നല്ല കരച്ചിലാണ്. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു നോവ്. ഇത്ര സങ്കടപ്പെട്ടിട്ട് എന്നെ കെട്ടിച്ചയക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൾ മനസ്സിൽ പറഞ്ഞ കാറിനരികിലേക്ക് നടന്നു. കാറിൻ്റെ ഡോർ തുറന്നു. പിന്നിൽ നിന്ന് ആരോ ഒരു കരച്ചിലോടെ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കണിച്ചു, ഞാൻ കാരണല്ലേ, ഞാൻ ചോദിച്ചു. നിധി അവളെ പിന്നിൽ നിന്നും പുണർന്ന് കരയാൻ തുടങ്ങി. നിധിക ഒരു നിമിഷം ഞെട്ടിയെങ്കിലും തൻ്റെ മേലുള്ള കൈകൾ അയച്ച് അവനെ നേരെ തിരിഞ്ഞു. അയ്യേ, നീ എന്തിനാണ് അങ്ങനെ കരയണേ? ഞാൻ വേഗം തിരികെ വരില്ലേ? പിന്നെ നമ്മൾ കുറേ അടി കൂടുമെങ്കിലും നീ എൻ്റെ അനിയല്ലേടാ, അതുകൊണ്ട് ഇനി അതിൻ്റെ പേര് സങ്കടപ്പെടണ്ട. നിച്ചു അവൻ്റെ കണ്ണ് തുടച്ചു. പിന്നെ നീ എപ്പോഴും വേണമെന്ന് പറയാറില്ല എൻ്റെ എയർപോർട്ടില്ലേ, നിൻ്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, അത് നീ എടുത്തോ. ഇനിയെങ്കിലും ഒന്ന് കരച്ചിൽ നിർത്തടാ. നിഗ തമാശ രീതിയിൽ പറഞ്ഞു. നിക്കി നന്നായി കരയാൻ തുടങ്ങി. ചേച്ചി. അവൻ്റെ കണ്ണുകൾ നിച്ചുവിൻ്റെ തോൾ നനച്ചു. അപ്പോഴേക്കും അമ്മയും അച്ഛനും അവനെ പിടിച്ചു മാറ്റി.
സങ്കടം കൊണ്ട് അവളുടെ നെഞ്ചു വിങ്ങിയെങ്കിലും നിച്ചു സ്വയം നിയന്ത്രിച്ചു. കരയില്ല എന്ന് പണ്ടേ തീരുമാനിച്ചതാണ്. അവൾ ഡോറ് തുറന്ന കാറിലേക്ക് കയറി. ഇവളുടെ മനസ്സെന്താ കല്ലാണോ? ആ ചെറുക്കൻ അടക്കം നിന്ന് കരയണു, എന്നിട്ട് ഇതിൻ്റെ മുഖത്ത് ചെറിയ സങ്കടം പോലും ഇല്ലല്ലോ. ഹരൻ മനസ്സിൽ പറഞ്ഞ കാറിലേക്ക് കയറി. കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞതും അത് ആരും കാണാതിരിക്കാൻ നിതുക കണ്ണ് ഇറുക്കി അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഹരൻ അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് ദൃഷ്ടി പായിച്ചു. ഇനി ചേച്ചിക്ക് ദാനം ചെയ്യാൻ എയർപോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും കൂടെ തന്നോട്ടോ. കാർ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന മാധു പറയുന്ന കേട്ട് നിധിക കണ്ണു തുറന്നു. എന്താ? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. അല്ല, ഇനി മുതൽ ഞാനും ചേച്ചിയുടെ അനിയനാണെന്ന് പറഞ്ഞതാ. ഹരന്റെ നോട്ടം കണ്ട് മാധു പുറത്തേക്ക് നോക്കിയിരുന്നു. ഹരന്റെ ചേച്ചി ഇന്ദ്രിക എന്ന ഇന്ദുവിൻ്റെ ഭർത്താവാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ ഒരു വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. തൻ്റെ വീട് പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുനില വീട്. കുറച്ച് ബന്ധുക്കൾ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഹരൻ്റെ അമ്മ അവളുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി അകത്തേക്ക് കയറി. ദൈവമേ, വിളക്ക് കൊടുണേ, എൻ്റെ ഈ പ്രാർത്ഥനയെങ്കിലും ഒന്ന് കേക്ക് പ്ലീസ്, അവൾ മനസ്സിൽ പറഞ്ഞ് മുന്നോട്ട് കടന്നു. വിളക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് മുന്നിലുള്ള കൃഷ്ണ വിഗ്രഹത്തെ അവൾ ദേഷ്യത്തോടെ നോക്കി. കേൾക്കരുത്, ഒരിക്കലും എൻ്റെ പ്രാർത്ഥന കേൾക്കരുത്. താനൊക്കെ എന്ത് ദൈവമാണ് മിസ്റ്റർ ശ്രീകൃഷ്ണൻ. മുന്നിലെ വിഗ്രഹത്തിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന നിധിയെ ഹരൻ അത്ഭുതത്തോടെ നോക്കി. ഇവൾക്കെന്താ വട്ടാണോ? അവനെ അവൾക്ക് പിന്നാലെ നടന്നു. പിന്നീട് റിസപ്ഷനും തിരക്കുകളുമായി എല്ലാവരും ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങി. അവിടെ ഹരൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോടെല്ലാം ചിരിച്ച് സംസാരിക്കുന്ന ഹരനെ കണ്ട് നിധിക അത്ഭുതത്തോടെ നോക്കി. ആ ചിരി, ഈ സംസാരം, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അവൾ വീണ്ടും മനസ്സിലോർത്തു. റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും 10 മണിയായിരുന്നു. നിധിക വേഗം ഡ്രസ്സ് മാറ്റി ബെഡിൽ കയറി കിടന്നു. ഹരൻ ഡ്രസ്സ് പോലും മാറാതെ പുറത്തേക്കും പോകുന്നു കണ്ടു. ഹരൻ നേരെ പോയത് ടൗണിലെ ഒരു ഹോട്ടൽ റൂമിലേക്കാണ്. ഒപ്പം വർക്ക് ചെയ്യുന്നവരുമായി കുറേ പേർ ഉണ്ടെങ്കിലും പേരിന് പറയാൻ പോലും ഹരന് ഒരു ഫ്രണ്ട് ഇല്ല. കുറച്ചു കാലം കൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ അവൻ ഉപേക്ഷിച്ചിരുന്നു. അവൻ കയ്യിലെ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തി. വീട്ടിൽ ആരും അറിയാതെ ഇരിക്കാനാണ് ഇവിടേക്ക് വന്നത്. അവർക്കറിയുന്ന ഹരൻ ഇന്ദ്രജിത്ത് നന്മികയുടെ പ്രതീകമാണ്. ആരോടും ദേഷ്യപ്പെടില്ല, ഒരു ദൂശീലോ ഇല്ലാത്തവൻ. പക്ഷേ ശരിക്കുമുള്ള ഹരനെ അറിയണമെങ്കിൽ അവൻ ഡിഗ്രി ചെയ്ത ബാംഗ്ലൂരിലെ കോളേജിലേക്ക് ചെല്ലണം. എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും ഒന്നാമൻ. അത് വീട്ടിലറിയാതിരിക്കാനാണ് മാധു താൻ പഠിച്ച കോളേജിൽ എൻജിനീയറിംഗ് ചേരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിക്കാഞ്ഞത്. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ നേരെ ബെഡിലേക്ക് വീണു. അവളെ ഒഴിവാക്കാനാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. രാവിലെ ഫോണിൻ്റെ റിങ് കേട്ടാണ് നിധിക കണ്ണു തുറന്നത്. സമയം 6 മണി ആകുന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അമ്മയാണ്. രാവിലെ തന്നെ കുലസ്ത്രീ കോഴ്സ് പഠിപ്പിക്കാനായിരിക്കും. നേരത്തെ എണീക്കണം, കുളിക്കണം, അടുക്കളകളിൽ കയറണം, ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കണം, ഈ വീടിൻ്റെ നിലവിളക്കാവണം. നിലവിളക്കല്ല, കാര്യവിളക്കാവാൻ പോണേ. എന്നിട്ട് ഇവിടെയുള്ളവർ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കണം. നിധികയുടെ യുദ്ധമുറകൾ ദേവമട കാണാനിരിക്കുന്നേ ഉള്ളൂ. അമ്മയുടെ അടുത്ത കോൾ വരുന്നതിന് മുമ്പേ നിധിക ഫോൺ ഓഫ് ചെയ്ത് തലവഴി പുതപ്പെട്ടു. ഇയാൾ ഇതുവരെ വന്നില്ലേ? എവിടെയെങ്കിലും പോട്ടെ, എനിക്കെന്താ. അവൾ പിറുപുറത്ത് വാതിൽ തുറന്ന ഹരൻ അകത്തേക്ക് വന്നു. ഒരുമിച്ചാണ്. ഈശാവ് എണീറ്റില്ലേ ഇത്ര നേരമായിട്ടും? അവൻ പിറുപുറത്തുകൊണ്ട് കയ്യിലെ വാച്ചും ഫോണും ടേബിളിലേക്ക് വെച്ചു. ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ തനിക്ക് ഡോറിലൊന്ന് നോക്കിയതൂടെ? അത് കേട്ട് ഹരൻ റൂം മുഴുവൻ ഒന്ന് നോക്കി. എന്താ നോക്കണേ? നിധി ബെഡിൽ എണീറ്റിരുന്നു. എനിക്ക് റൂം മാറിപ്പോയെന്ന് നോക്കിയതാ. ഇന്നലെ രാത്രി വരെ ഇത് എൻ്റെ റൂമായിരുന്നു. പിന്നെ സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച നിന്നെയൊക്കെ ആരാ പെൺവർഗത്തിൽ കൂട്ടണേ? സൾഫ്യൂരിക് ആസിഡാ? ബെസ്റ്റ്. അതെന്താന്ന് പോലും അറിയില്ല അല്ലേ? ബെസ്റ്റ്. തന്നെ എന്താടോ രാവിലെ വല്ല ചൊറിയാൻ പുഴും കടിച്ച ഇങ്ങനെ എന്നെ വെറുതെ ചൊറിയാൻ? അല്ല, ഇന്നലെ രാവിലെ ഒരു യക്ഷിയെ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതിൻ്റെ ചൊറിച്ചിലാ. യക്ഷി?
ദേ ചായ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇല്ല, ഞാൻ അങ്ങനെ വിളിക്കൂ. നിന്റെ ഈ കണ്ണുണ്ടല്ലോ ശരിക്കും യക്ഷിയെ പോലെയാ. അലക്സി നിധികയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. പഴയ കാര്യങ്ങളുടെ ഓർമ്മയിൽ നിധികയുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. ഇവൾക്കെന്താ പ്രാന്തുണ്ടാ വെറുതെ ഇരുന്നിരിക്കാൻ, ഹരൻ ചിന്തിച്ചു. പെട്ടെന്ന് സ്ഥലകാലം വന്ന ബോധം വന്ന നിധി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹരനെ ഒന്ന് നോക്കി പഠിപ്പിച്ചു. എന്താടി യക്ഷി നോക്കി പഠിപ്പിക്കണേ? എന്നാ പേര് വിളിക്കരുത്, ഞാൻ ഇനിയും വിളിക്കും, യക്ഷി യക്ഷി യക്ഷി. ഹരനും വാശി കയറിയിരുന്നു. നിർത്ത് ഹരൻ, എനിക്ക് ആ പേര് വിളിക്കുന്ന ഇഷ്ടമല്ല, അവ ചെവി പൊത്തി പറഞ്ഞു. എന്നാൽ അതേസമയം അവളുടെ വീക്ക്നെസ് മനസ്സിലായ ഹരൻ നിഗൂഢമായി ഒരു ചിരി ചിരിച്ചു. അപ്പം നിനക്ക് യക്ഷി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല അല്ലേ? എന്നാ ഇനി ഞാൻ അങ്ങനെ വിളിക്കൂ, യക്ഷി യക്ഷി യക്ഷിയ. പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പേ നെറ്റിയിൽ എന്തോ വേദന അനുഭവപ്പെട്ടു. ഒപ്പം കൺപീലിയിലൂടെ മുഖത്തേക്ക് രക്തം ഒഴുകിയിറങ്ങി. അമ്മ! അലറിക്കൊണ്ടുള്ള ആ വിളിച്ച് ആ വീട് മുഴുവൻ ഒന്ന് കുലുങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.